അപ്പോൾ ഈ സ്റ്റോർ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രൊപ്പോർഷൻ തെറ്റുക. ഇന്നത്തെ കാലത്തെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കടയിൽ ചെന്നിട്ട് മധുരമില്ലാത്ത ചായ പറഞ്ഞതിന് ശേഷം ഒരുപാട് എണ്ണക്കടികൾ കഴിക്കുന്ന ആളുകളാണ്. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ കൂടെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ നമ്മളത് നേരെ അബ്സോർബ് ചെയ്ത് ലിവറിൽ ചെല്ലും. ലിവറിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലുള്ളതിനെ ഫാറ്റായിട്ട് മാറ്റും. പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസിലിനകത്തോട്ട് കയറ്റി വിടും. പണിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഫാറ്റിനകത്തോട്ടേ കയറ്റി വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാറ്റ് സെല്ലും നിറഞ്ഞിരിക്കുക, ഓൾറെഡി ഓവർ വെയ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് എങ്ങനെയാലും പുഷ് ചെയ്ത് സെല്ലിനകത്തോട്ട് കയറ്റാൻ നോക്കും ഫാറ്റ് സെല്ലിനകത്ത്. അവിടെയും പറ്റാതെ വരുമ്പോൾ എവിടെ കൊണ്ട് വയ്ക്കും? രക്തത്തിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ലൈപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ രക്തക്കുഴലിലിടിയും. വേറെ സ്ഥലമില്ലാതെ വരുമ്പോൾ രക്തക്കുഴലിൽ തന്നെ കൊണ്ടുപോയി സംഭരിച്ച് വയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത്. ഹാർട്ടിന് മാത്രമല്ല, എല്ലാ രക്തക്കുഴലിലും. മാം, ഇപ്പോൾ മാമിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ ആയിരുന്നു യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിനിൽ നിന്നും മാറിയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കരിയർ പാത്ത് തിരഞ്ഞെടുത്തത് ആളുകളുടെ? ഞാൻ മോഡേൺ മെഡിസിനിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ മോഡേൺ മെഡിസിൻ തന്നെയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നും ഓപ്പറേഷനും മാത്രമല്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് മരുന്നും ഓപ്പറേഷനും ആണോ, മരുന്നുകൾ കൊടുക്കുക, ഓപ്പറേഷൻ ചെയ്യുക, ഇതാണ് മോഡേൺ മെഡിസിൻ എന്നാണ്. അപ്പം നമ്മൾ ഏത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം മോഡേൺ മെഡിസിനിൽ നമ്മൾ സെർച്ച് ചെയ്താലും, ഇപ്പം ഗൂഗിളിൽ വിക്കിപീഡിയയിലും നോക്കിയാലും, നമ്മളുടെ ഹാർവാർഡ് സ്കൂൾ ഓഫ് മെഡിക്കൽ സ്കൂൾ എടുത്താലും, അല്ലെങ്കിൽ മേയോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റ് എടുത്താലും, NHS നമ്മളുടെ നാഷണൽ, ഓരോ രാജ്യത്തിനും നാഷണൽ ഹെൽത്തിൻ്റെ പോർട്ടലുണ്ടാവും. അതെടുത്ത് നോക്കിയാലും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പം അത് ഈവൻ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഡിസീസ് 90% നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയാണ്. 90% ഓഫ് ദി ഓപ്പറേഷൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയാണ്. പിന്നെ ഒരു 10% ആക്സിഡൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഈവൻ ഇൻഫെക്ഷൻ്റെ കാര്യത്തിലും ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിൽ പോലും ലൈഫ് സ്റ്റൈലിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പലപ്പോഴും ആക്സിഡൻറ്റ് വരുന്നത് കള്ളു കുടിച്ചിട്ടാണല്ലോ, അല്ലേ? അപ്പം അതൊന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആക്സിഡൻറ്റ് കുറയും. അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടായിരിക്കും, ഉറങ്ങാതിരുന്ന് രാത്രിയൊക്കെ വണ്ടി ഓടിച്ചിട്ടായിരിക്കും ആക്സിഡൻറ്റ് വരുന്നത്. അവിടെയും ലൈഫ് സ്റ്റൈലിനൊരു ഫാക്ടറുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡിൻ്റെ കാലത്ത്, കോവിഡ് വന്നപ്പം നമ്മൾ മരുന്ന് ഈ വാക്സിനൊന്നും ഇല്ലാതിരുന്നപ്പോഴും ആദ്യം ചെയ്തത് എന്താ? നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, ഹാൻഡ് ഇത് ചെയ്തു, പിന്നെ മാസ്ക് വെച്ചു, ഇതൊക്കെയാണ്. അവിടെ നമ്മൾ ലൈഫ് സ്റ്റൈലിലാണ് കറക്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഏത് ആസ്പെക്റ്റിനും ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പം മോഡേൺ മെഡിസിനിൽ നമ്മളുടെ ജനറൽ കൺസെപ്റ്റ്, ഡോക്ടേഴ്സിൻ്റെയും കൺസെപ്റ്റ് തെറ്റിപ്പോയി, പേഷ്യൻസിൻ്റെയും കൺസെപ്റ്റ്. മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറെ കാണാൻ വരുമ്പം എല്ലാവരും ചിന്തിക്കുന്നത് മരുന്ന് കിട്ടും എന്ന് കരുതിയാണ്. അല്ലാതെ അവിടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അഡ്വൈസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല താനും. നമ്മൾ പറഞ്ഞാൽ ആരും ഡോക്ടർ എന്നെ ഉദ്ദേശിക്കാനെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എനിക്ക് വല്ല മരുന്നതാ എന്നുള്ളതായിരിക്കും പേഷ്യൻ്റെ. അപ്പം ആ ഒരു ചിന്താഗതി മാറി വരണം, എന്നാലേ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഒരു പരിഹാരം ഉണ്ടാകും. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് നമുക്ക് മാരകമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റാൻ കഴിയുമോ? മാരകമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും പറ്റില്ല. നമ്മൾ മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ അവസ്ഥയിലിരിക്കുന്ന ഒരാളെ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊന്നും നടക്കുകയില്ല. അന്നേരം നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേ പറ്റുള്ളൂ. അതേസമയത്ത് ICUന്ന് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് നെഞ്ചുവേദനയായി, അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പം എൻ്റെ അടുത്ത് വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നെഞ്ചുവേദനയായിട്ടിരിക്കുന്ന ആൾ. അതേസമയത്ത് നെഞ്ചുവേദന അത്യാവശ്യം മരുന്നൊക്കെ എടുത്ത് നെഞ്ചുവേദനയൊക്കെ ഒന്ന് കുറഞ്ഞ്, അപ്പോൾ അവരോട് മിക്കവാറും എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, നെഞ്ചുവേദനയായി ആശുപത്രി ചെന്നു, ഇമ്മീഡിയറ്റ്ലി തന്നെ ഇപ്പോൾ പ്രൈമറി ആൻജിയോഗ്രാം എന്ന് പറയും, ആൻജിയോഗ്രാം ചെയ്തു, സ്റ്റെൻറ്റ് ഇടാമെങ്കിൽ സ്റ്റെൻറ്റ് ഇടും, അല്ലെങ്കിൽ ബൈപ്പാസ് വേണമെന്ന് പറയും. ഇപ്പോൾ സ്റ്റെൻറ്റ് ഇടാമെങ്കിൽ അപ്പോൾ അവർ പറയുക അത്രയും പൈസ കയ്യിലില്ലെങ്കിൽ ചിലപ്പം അന്നേരം നടക്കുകയില്ല, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചെന്നിരിക്കും. അപ്പം വേദനയൊക്കെ കുറഞ്ഞു, ആ സ്റ്റേജിൽ വീണ്ടും നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നോക്കാം. വേദന മാറി, അക്യൂട്ട് സ്റ്റേജ് മാറി, അപ്പം ഇമ്മീഡിയറ്റ്ലി മരുന്നാണ്. ഇപ്പം ഹാർട്ട് ഡിസീസിനാണെങ്കിൽ നമ്മൾ 3 രീതിയിലാണ് ജനറലി, ശരിക്കും 4 രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഒന്ന് ലൈഫ് സ്റ്റൈൽ, പിന്നെ മരുന്ന്, പിന്നെ ഓപ്പറേഷൻ, സ്റ്റെൻറ്റ് ഇടുക, ഇൻ്റർവെൻഷണൽ സ്റ്റെൻറ്റ് ഇടുക, പിന്നെ ബൈപ്പാസ് സർജറി. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേജ് ആണെങ്കിലും പേഷ്യൻ്റ് സ്റ്റേബിളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാം. അൺസ്റ്റേബിൾ ആയിരിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പറ്റില്ല. അന്നേരം നമ്മളുടെ പെയിനും ബുദ്ധിമുട്ടുകളും മാറി ആ ഡേഞ്ചറസ് നിലയിൽ നിന്ന് മാറണം. അതിനെപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിനിലും വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കഴിഞ്ഞിട്ട്
പിന്നെ അത് അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈം മരുന്ന് വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നുകളെല്ലാം കുറച്ച് കൊണ്ട് നിർത്തി നമ്മളൊരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടിനും ഇത് ആപ്ലിക്കബിളാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആളുകളൊക്കെ ഹെൽത്തി ആണ് എന്ന് പറയുന്നത് ഷുഗർ കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനൊക്കെ ഈ സമയത്താണ് കേൾക്കുന്നത് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം പിന്നീട് ഷുഗറിൻ്റെ അസുഖങ്ങളൊന്നും വരത്തില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കും. യഥാർത്ഥത്തിൽ ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണോ? ഷുഗർ കട്ട് ചെയ്യുന്ന ഷുഗറല്ല, ബേസിക്കലി ഷുഗർ നമുക്കറിയാം. ഈ ഷുഗർ ഉണ്ടാക്കാൻ തന്നെ അതിനകത്ത് അതിൻ്റെ ബ്ലീച്ചിങ്ങിനുമൊക്കെ കുറേ കെമിക്കലും എല്ലാം കൂടെ വരുന്നുണ്ട്. ഷുഗർ ഒരു നല്ല സാധനമല്ല. ഈവൻ ശർക്കരയാണെങ്കിലും ഷുഗർ അല്ലല്ലോ, ശർക്കരയാണെങ്കിലും. ഇപ്പം ഇതിലൊക്കെ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യുമായിരിക്കും. നമുക്ക് ഇപ്പം ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എനർജിക്ക് വേണ്ടിയാണ്. അതുപോലെ ഫാറ്റ്, തേങ്ങയിലെ സാച്ചുറേറ്റഡ് ഫാറ്റ് അത് നമുക്ക് എനർജിക്ക് വേണ്ടി വെരി ഗുഡാണ്. നട്ട്സും നല്ലത് തന്നെ. പക്ഷെ നമ്മൾ ഈ പണി ചെയ്യാതെ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ, പണി ചെയ്യുന്നുണ്ടാവും, വർത്തമാനം പറയുന്നു, നമ്മളിരുന്ന് സംസാരിക്കുന്നു, അത്രയൊക്കെ വർക്കേ വരുന്നുള്ളൂ. അതിനകത്ത് കാലറി ബേണിങ് വരുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ബോഡിയിൽ കൊണ്ട് സ്റ്റോർ ആക്കി വയ്ക്കും. അപ്പോൾ ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രപ്പോർഷൻ തെറ്റുക. ലൈഫിന് അല്ലെങ്കിൽ നേച്ചറിന് എല്ലാത്തിനും പ്രപ്പോർഷനുണ്ട്. അപ്പം നമ്മളുടെ ബോഡിയിൽ ഒരു 70%, 65 to 70% വാട്ടർ ആയിരിക്കണം. പക്ഷെ കൊഴുപ്പ് കൂടി കഴിയുമ്പോഴോ അവിടെ വാട്ടറില്ല, വാട്ടറിന് പകരം കൊഴുപ്പാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ ഒരു നോർമൽ ഒരു മെയിലിനാണെങ്കിൽ ഒരു 10 to 15% ഫാറ്റേ പാടുള്ളൂ. അപ്പം ഒരു 70 kg ഉള്ള വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ശരിക്കും നല്ല മസ്കുലർ ആണെങ്കിൽ അവർക്ക് ഒരു 70 kg ആവാം. 170 centimeter ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, 170 centimeter ഹൈറ്റ് ഉണ്ടെങ്കിൽ, നല്ല ഒരു ജിമ്മാണ്, ഒരു 6 pack ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 70 കിലോ ആകാം. പക്ഷേ നമ്മൾ ഈ ഇന്നത്തെ സെൻട്രൽ ലൈഫാണെങ്കിൽ നമ്മൾ 70 കിലോ ഉണ്ടെങ്കിൽ മിക്കവാറും ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്കൊരു 60 kg ഒക്കെ പാടുള്ളൂ. സെൻട്രൽ ലൈഫുള്ളവർക്ക് മസിലും ബോണും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അവർക്കൊരു 60 kg പറ്റുള്ളൂ. പക്ഷേ അയാൾക്ക് ഈ 170 സെൻറ്റിമീറ്റർ ഉള്ള അയാളുടെ വെയിറ്റ് 100 ആണെങ്കിലോ, അപ്പം ഈ ബോഡിയിലെ വാട്ടറിൻ്റെ അളവ് തന്നെ തെറ്റി. 70% വാട്ടർ, 65%, 70% വാട്ടർ ആകുന്നതിന് പകരം 50% പോലും വാട്ടർ കാണിയല്ല. ഈവൻ ഓക്സിജൻ്റെ അളവിലും അവിടെ തെറ്റ് വരുവാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിൽ 65% മോളിക്കുലാർ ലെവലിൽ നോക്കിയാൽ 65% ഓക്സിജൻ ആയിരിക്കണം. അപ്പം കാരണം വാട്ടർ H2O, അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു പോയി. ഈ നമ്മളുടെ മുകളിൽ ഫാറ്റ് കൂടുമ്പോൾ എന്താ, ഫാറ്റ് ഹൈഡ്രോ കാർബൺ ആണ്, കാർബൺ പ്ലസ് ഹൈഡ്രജനാണ്. അപ്പോൾ കാർബണിൻ്റെ അളവ് കൂടുക, കാർബൺ ഒത്തിരി കൂടും, ഓക്സിജൻ കുറഞ്ഞു പോകും. അപ്പോൾ ഇത് തന്നെ നമ്മുടെ പ്രപ്പോർഷൻ തെറ്റിച്ച് നമുക്ക് രോഗങ്ങളും വരുത്തും. ഈവൻ നമ്മളും മറ്റേ ഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഈ ചന്ദ്രഗ്രഹം, നമ്മളുടെ ഈ അമാവാസ്യം ഇതൊക്കെ അനുസരിച്ച് നമ്മളുടെ മാനസികവും ശാരീരികമായ അസുഖങ്ങൾക്ക് വ്യത്യാസം വരും. ഇപ്പോൾ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ വാവൊക്കെ വരുമ്പോഴേക്കും കൂടും, അല്ലെങ്കിൽ സൈക്യാട്രിക് ഡിസോർഡർ ഉള്ളവർക്കും ഇത് വരും. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ? പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പലരും തയ്യാറാകുന്നില്ല. അല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യാമല്ലോ, ആരും തയ്യാറാകേണ്ട കാര്യമില്ല, അവനോട് തന്നെ കാണാമല്ലോ. ഇപ്പം ഒരു ഡോക്ടറോട് നമുക്ക് പലപ്പോഴും കാണുന്നത്, ഈവൻ ഞാൻ ഒരു ഗൈനക്കോളജി എനിക്ക് ഇതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. വാവെടുക്കുമ്പം പ്രസവം കൂടും. ആ പ്രസവം നടക്കുന്നത് എല്ലാ കണക്കിനല്ല, മറ്റേ ഇത് വരുന്ന സമയം അനുസരിച്ച് നമ്പർ, ഡെലിവറിയുടെ നമ്പർ ചില സമയത്തൊന്നും ഉണ്ടാവില്ല. ഡെലിവറി ലേബറും എം ഡി ആയിരിക്കും, അവർ 1 or 2 ഒക്കെ വേണുള്ളൂ. പക്ഷെ ചില ഇത് വരുമ്പോഴേക്കും too many ഡെലിവറീസ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതൊരു പ്രകൃതിയുടെ ഒരു ഇപ്പം നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും വേലിയേറ്റവും വേലിയിറക്കം ഉള്ളത് കാണുന്നില്ലേ, ഇല്ലേ? വേലിയേറ്റവും വേലിയിറക്കവും നടക്കുന്നുണ്ടല്ലോ. അതൊരു മിഥ്യയല്ലല്ലോ, സത്യമല്ലേ? അപ്പം നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന 70% വാട്ടർ ആണെങ്കിൽ ഈ ആ ചേഞ്ചസ് നമ്മളുടെ ബോഡിയിലും വന്നുകൊണ്ടിരിക്കും. അപ്പം വേലിയേറ്റവും വേലിയിറക്കവും ഈ ഇതിൻ്റെ സണ്ണിന്റെ മൂണിന്റെയും പൊസിഷൻ അനുസരിച്ചൊക്കെയാണ് സൂര്യഗ്രഹണവും കർത്തവാവും. സൂര്യഗ്രഹണം വരുന്നില്ല, വെളുത്തവാവും കർത്തവാവും. അപ്പോൾ ഈ വെളുത്തവാവിലും കർത്തവാവിലും ഈ വെളുതു വരുന്നതിനും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ നമുക്ക് അത് ഓർക്കണം, 70% വാട്ടറാണ് ഭൂമിയിൽ.
വാട്ടർ ബോഡിയാണ്. ഭൂമിയുടെ ഇതിലും അങ്ങനെ എന്തോ ആണ് അല്ലേ, ചെക്ക് ചെയ്യും. അതെ, ഏകദേശം 70% വാട്ടറാണ് ലോകത്ത്. ഹ്യൂമൻ ബോഡിയിലും അത് തന്നെയാണ്. അപ്പം നമ്മുടെ ആ വാട്ടറിന് ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കായൽ തീരത്തെയോ അല്ല കടൽ തീരത്തെയോ വെള്ളത്തിൽ കാണുന്ന ആ ചേഞ്ച് നമുക്കും ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. കാരണം അതത്ര ബിഗ് ബോഡി ആയതുകൊണ്ട് അത് കാണുന്നു. സമുദ്രം അത്ര വലുതാണ്, അത് നമുക്ക് കാണാൻ മാത്രം ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ അത് വ്യത്യാസം ഉണ്ടാകും. അത് പക്ഷേ ഒരു സെല്ലുലാർ ലെവലിൽ പോലും അത് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കാണാത്തതിനെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ല, കാണാത്തതിനെ സയൻറ്റിഫിക്കലി അസസ് ചെയ്യാനും കൂടെ നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഷുഗറിൻ്റെ കാര്യം വരുമ്പോഴല്ലേ, ഇപ്പോൾ ഞാൻ മറ്റൊരു ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഷുഗർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. അത് കൂടുതലും ഉണ്ടാക്കുന്നത് ഈ കരിഞ്ഞ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന ഇന്നത്തെ കാലത്തെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കടയിൽ ചെന്നിട്ട് മധുരമില്ലാത്ത ചായ പറഞ്ഞതിന് ശേഷം ഒരുപാട് എണ്ണക്കടികൾ കഴിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഷുഗർ റെസിസ്റ്റൻസ് വരുന്നത് ഇത്തരത്തിലുള്ള പൊരിച്ച വസ്തുക്കൾ കഴിക്കുന്നതുകൊണ്ടാണോ? ഷുഗർ നേരത്തെ ചോദിച്ചിരുന്നു, ഷുഗറിൻ്റെ കാര്യം നല്ലതാണോ എന്നു. നമ്മളുടെ കൂടുതൽ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത എക്സസ് ഷുഗർ വരികയാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാലും ചോറ് കഴിച്ചു കഴിഞ്ഞാലും ചപ്പാത്തി കഴിച്ചാലും ഇതിനെ മാറ്റുന്നത് അത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അത് ധാന്യങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന അതിനകത്ത് മെയിൻ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനെ മാറ്റുന്നത് ഫൈനലി ഗ്ലൂക്കോസായിട്ടാണ്. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ കൂടെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ നമ്മളത് നേരെ അബ്സോർബ് ചെയ്ത് ലിവറിൽ ചെല്ലും. ലിവറിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലുള്ളതിനെ ഫാറ്റായിട്ട് മാറ്റും. എന്നിട്ടത് നമ്മളുടെ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും, അല്ലെ കൊഴുപ്പ് കലകളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം അതേ നമുക്ക് ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. അതും പറ്റാതെ വരുമ്പോൾ, അതായത് നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാ അത് ചെയ്യിപ്പിക്കുന്നത്? ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത് കഴിച്ചാൽ അപ്പം തന്നെ ഇൻസുലിൻ്റെ ലെവൽ അപ്പം തന്നെ കൂടും. കാരണം അത് വരുവാണ്, അതിനെ ഇനി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മസിലിൽ കൊണ്ടുപോയി നമ്മൾ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസിലിനകത്തോട്ട് കയറ്റി വിടും. പണിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഫാറ്റിനകത്തോട്ടേ കയറ്റി വിടാൻ പറ്റുള്ളൂ. അതിനെ ഫാറ്റാക്കി ലിവറിൽ ചെല്ലണം, അതിനെ ഫാറ്റാക്കണം. ലിവറിൽ നിന്ന് അത് ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി വയ്ക്കും. അപ്പോൾ ഫാറ്റ് സെല്ലും നിറഞ്ഞിരിക്കുക, ഓൾറെഡി ഓവർ വെയ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? എങ്ങും ഫാറ്റ് സെല്ലിലൊന്നും അവർ പറയും വേണ്ട. ആ സ്റ്റേജാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പാൻക്രിയാസ് തന്നെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങും. എന്നിട്ട് എങ്ങനെയാലും പുഷ് ചെയ്ത് സെല്ലിനകത്തോട്ട് കയറ്റാൻ നോക്കും, ഫാറ്റ് സെല്ലിനകത്ത്. അവിടെയും പറ്റാതെ വരുമ്പോൾ എവിടെ കൊണ്ടുപോയി വയ്ക്കും? രക്തത്തിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ലൈപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുന്നത് അങ്ങനെയാണ്. ഈ കൊണ്ടുപോയി വെക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാമല്ലോ, എന്തെങ്കിലും സാധനം പ്രൊഡക്ഷൻ കൂടി, സാധനം ഇഷ്ടം പോലെ ഉണ്ട്, അത് വെക്കാൻ പറ്റില്ല. വണ്ടി അൺലോഡ് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ വണ്ടിക്ക് പണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ ഷിപ്പൊക്കെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെട്രോളുമായിട്ടെന്ന് പറയുമല്ലോ എന്നുള്ള സ്റ്റേജിലാണ് ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫാറ്റ് ലിവറിൽ തന്നെ അടിയും. അപ്പോൾ ലിവറിൻ്റെ സെല്ലിനുള്ളിൽ തന്നെ, വേറെങ്ങുമല്ല, ലിവർ സെൽസിനകത്ത് അടിയുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പിന്നെ രക്തക്കുഴലിലിടിയും, വേറെ സ്ഥലമില്ലാതെ വരുമ്പോൾ രക്തക്കുഴലിൽ തന്നെ കൊണ്ടുപോയി സംഭരിച്ച് വയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത്. ഹാർട്ടിന് മാത്രമല്ല, എല്ലാ രക്തക്കുഴലിലും, ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നു കഴിയുമ്പോഴാണല്ലോ സ്ട്രോക്ക് വരുന്നത്. ഹാർട്ടിലെ രക്തക്കുഴലിൽ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് കാലിലേക്കുള്ളതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. കാലിൽ മുറിവും അൾസറും ഒക്കെ വരികയും കാലിന് വേദനയും വരുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയാണ്, അസുഖം കണ്ടിന്യൂസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റീസിൽ നമ്മളെന്ത് പറ്റും? പിന്നെ ആവശ്യത്തിന് ഇൻസുലിന് തന്നെ ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോൾ, ഇൻസുലിൻ ഉണ്ടാക്കി മടുത്ത് കഴിയുമ്പം അത് വർക്ക് ചെയ്യാതാവും. ഇൻസുലിൻ തന്നെ, അതിനാണ് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാനും സ്ഥലമില്ല, ലിവറിനെ കൊണ്ട് ഫാറ്റാക്കാനും പറ്റുന്നില്ലാതെ വരുമ്പം ഗ്ലൂക്കോസ് തന്നെ നമ്മളുടെ ബോഡി കൂടെ ഓവറായിട്ട് നടക്കും, ബ്ലഡിൽ കൂടെ ഓവറായിട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ആ സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴാണ്, അപ്പം മിക്കവാറും ആദ്യം വരുന്നത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പേർക്കും ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങുന്നത്. അപ്പം അതിനാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയർ, ഒത്തിരി ഓവർ വെയ്റ്റും കാണണമെന്നില്ല, കുടവയർ വരും, അതിൻ്റെ കൂടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടാൻ തുടങ്ങും, പിന്നെ ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങും, ഡയബറ്റീസ്.
അപ്പോൾ അതിനാണ് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ബോഡിയിലെ ആ കെമിക്കൽ റിയാക്ഷൻസ് തെറ്റി. ഒരാളൊരു ഹെൽത്തി ഫുഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഹെൽത്തി ഡയറ്റ് എങ്ങനെയായിരിക്കണം?